ഇന്ന് നമ്മൾക്ക് അറിയാവുന്ന ചില സീക്വൻസുകൾ പരിശോധിക്കാം. 1, 2, 3, 4. ഇതിനെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നു, എണ്ണൽ സംഖ്യകൾ. 2, 4, 6, 8 ഇത് ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ. 1, 3, 5, 7 ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകൾ. 4, 8, 12, 16 ഇത് മൾട്ടിപ്പിൾസ് ഓഫ് 4. 1 into 4, 4, 2 into 4, 8, 3 into 4, 12, 4 4s are 16. Multiples of 4, 4ന്റെ ഗുണിതങ്ങൾ. 5, 10, 15, 20 മൾട്ടിപ്പിൾസ് ഓഫ് 5, 5ന്റെ ഗുണിതങ്ങൾ. 180, 2 into 180, 3 into 180, 4 into 180 മൾട്ടിപ്പിൾസ് ഓഫ് 180, 180ന്റെ ഗുണിതങ്ങൾ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നേരത്ത് ഇതിനെ പറയുന്നത് റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതുക. റൈറ്റ് ദ സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകളുടെ ശ്രേണി എഴുതുക. റൈറ്റ് ദ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളുടെ ശ്രേണി എഴുതുക. സീക്വൻസ് ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 4, 4ന്റെ ഗുണിതങ്ങളുടെ ശ്രേണി. സീക്വൻസ് ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 5, 5ന്റെ ഗുണിതങ്ങളുടെ ശ്രേണി. സീക്വൻസ് ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 180, 180ന്റെ ഗുണിതങ്ങളുടെ ശ്രേണി. 1, 2, 3, 4 സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. 2, 4, 6, 8 സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. 1, 3, 5, 7 സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. 4, 8, 12, 16 സീക്വൻസ് ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 4. 5, 10, 15, 20 sequence of multiples of 5. 180, 360, 540, 720 multiples of 180. എണ്ണൽ സംഖ്യകളുടെ ശ്രേണി, ഇരട്ട സംഖ്യകളുടെ ശ്രേണി, ഒറ്റ സംഖ്യകളുടെ ശ്രേണി, 4ന്റെ ഗുണിതങ്ങളുടെ ശ്രേണി, 5ന്റെ ഗുണിതങ്ങളുടെ ശ്രേണി, 180ന്റെ ഗുണിതങ്ങളുടെ ശ്രേണി. അടുത്തത് 1, 4, 9, 16 സീക്വൻസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, പൂർണ്ണവർഗങ്ങളുടെ ശ്രേണി. 1 into 1, 1, 2 into 2, 4, 3 into 3, 9, 4 into 4, 16 പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, പൂർണ്ണവർഗങ്ങളുടെ ശ്രേണി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1, last number 1, last number 1, last number 1 sequence of natural numbers ending in 1, 1ൽ അവസാനിക്കുന്ന സംഖ്യകൾ, എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. 1ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 1. 1, 6 വീണ്ടും ലാസ്റ്റ് നമ്പർ 1 പിന്നെ 6. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6, എൻഡിങ് ഇൻ 1 or 6, 1ലോ 6ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. 2 raised to 1, 2 raised to 2, 2 raised to 3, 2 raised to 4. Sequence of power of 2. Sequence of
പവർ ഓഫ് 2. രണ്ടിൻ്റെ കൃതിയുടെ ശ്രേണി. മുകളിൽ 1, 2, 3, 4 എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്തത് 2⁵5 ആയിരിക്കും. ആ മുകളിൽ എഴുതുന്ന നമ്പറിനെയാണ് പവർ, കൃതി എന്ന് പറയുന്നത്. സീക്വൻസ് ഓഫ് പവർ ഓഫ് 2. രണ്ടിൻ്റെ കൃതികളുടെ ശ്രേണി. സീക്വൻസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. പൂർണ്ണവർഗങ്ങളുടെ ശ്രേണി. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. 1 or 6. ഒന്നിലോ 6ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. 2⁵1, 2⁵2, 2⁵3, 2⁵4. സീക്വൻസ് ഓഫ് പവർ ഓഫ് 2. രണ്ടിൻ്റെ കൃതിയുടെ ശ്രേണി. ഇത് നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതിയെടുക്കുക. എന്നിട്ട് എൻ്റെ നേരെ അതിൻ്റെ പേരുകൾ എഴുതി വെച്ച് പഠിക്കുക. ഇനി നമുക്ക് ചില ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ചില തിയറങ്ങൾ പരിശോധിക്കാം. സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളുടെ തുക 180 ഡിഗ്രി ആവുന്നു. നമ്മളിപ്പോൾ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എടുക്കുന്നു. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡ്സ് ഈക്വലായിട്ടുള്ള ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. ഇതാണ് സം ഓഫ് ദി ആംഗിൾസ്. ഈ 3 ആംഗിൾസ് തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടുമെന്നാണ് പറയുന്നത്. സം ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. നമുക്ക് 1 ആംഗിൾ കണ്ടുപിടിക്കാം. 1 ആംഗിൾ, ഒരു കോൺ കണ്ടുപിടിക്കാം. ഈസ് ഈക്വൽ ടു 180/3 ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇനി സ്ക്വയർ എടുക്കുക. ഇനി 4 സൈഡ്സ് ആണുള്ളത്. ഇത് സം ഓഫ് ദി ആംഗിൾസ് നിങ്ങൾക്കറിയാം 360 ആണെന്ന്. അറിയില്ലാത്തവർ n-2 ഇൻറ്റു 180 എന്നുള്ള ഫോർമുല പഠിക്കുക. നമ്പർ ഓഫ് സൈഡ്സ് 4 ആണ്. 4 - 2 ഇൻറ്റു 180. 4 - 2 2 ഇൻറ്റു 180 ഇൻറ്റു ആണെന്നെടുത്ത് നമുക്ക് 360 എന്ന് കിട്ടും. അപ്പോൾ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ സ്ക്വയർ, ഒരു സമയതലത്തിൻ്റെ കോണുകളുടെ തുക 360 ഡിഗ്രി. 1 ആംഗിൾ, ഒരു കോൺ 360/4 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി, 90 ഡിഗ്രി, 90 ഡിഗ്രി, 90 ഡിഗ്രി. ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആംഗിളെല്ലാം ഇന്നർ ആംഗിൾ, അക കോണുകളാണ്. ഇത് ഈ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിളിനെയാണ് ഔട്ടർ ആംഗിൾ, പുറം കോണുകൾ എന്ന് പറയുന്നത്. ഇവിടെ 60 ഡിഗ്രി ആയതുകൊണ്ട് ഈ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് 180 - 60 ഈസ് ഈക്വൽ ടു 120 എന്ന് കിട്ടും. 180 എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇതാണ് ലീനിയർ പെയർ, രേഖീയ ജോഡി. ഈ 2 ആംഗിളും കൂടി പ്ലസ് ചെയ്താൽ 180 കിട്ടും. 60 എന്നറിയാം, അതുകൊണ്ട് 180 - 60 120. ഇവിടെ 60 എന്നറിയാം നമുക്ക്. അതിൻ്റെ ഔട്ടർ ആംഗിൾ, പുറം കണ്ടുപിടിക്കാനായിട്ട് 180 - 60 ഇവിടെ 120 ഡിഗ്രി കിട്ടും. അതുപോലെ തന്നെ ഇവിടെ 60 ഡിഗ്രി എന്നറിയാം നമുക്ക്. അതിൻ്റെ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് 180 - 60 ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി.
അപ്പോൾ ഈ ഔട്ടർ ആംഗിളിൻ്റെ സം, ഇവിടുത്തെ ഔട്ടർ ആംഗിൾ 120, ഇവിടുത്തെ 120, ഇവിടെ 120, അതിൻ്റെ സം കണ്ടുപിടിക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ 120 + 120 + 120 ചെയ്യുക. അപ്പോൾ 360 എന്ന് കിട്ടും. അല്ലെങ്കിൽ 120 × 3 = 360 എന്ന് കിട്ടും. അപ്പോൾ സം ഓഫ് ദി ഔട്ടർ ആംഗിൾ എത്ര കിട്ടി നമുക്ക്? 360 എന്ന് കിട്ടി. ഇനി ഇദ്ദേഹത്തെ പറയുന്നത് സം ഓഫ് ദി ആംഗിൾ ഔട്ടർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ. ട്രയാംഗിൾ മാത്രമല്ല, ഏത് പോളിഗണും. പോളിഗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രയാംഗിൾ, സ്ക്വയർ, പെൻറ്റഗൺ, ഹെക്സഗൺ, ത്രികോണം, സമചതുരം, പഞ്ചഭുജം, ഷഡ്ഭുജം, ഇതിനൊക്കെയാണ് പോളിഗൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഔട്ടർ ആംഗിൾ ഏതാണെന്ന് നോക്കാം. എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഔട്ടർ ആംഗിൾ കിട്ടുന്നു. ഇത് കണ്ടുപിടിക്കാനായിട്ട് 180 - 90, അപ്പോൾ 90 എന്ന് കിട്ടുന്നു. ഇതിൻ്റെ ഔട്ടർ ആംഗിളാണ് ഇവിടെ. 180 - 90, അകത്ത് 90, അപ്പോൾ പുറത്ത് 90 എന്ന് കിട്ടും. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക, അപ്പോൾ ഔട്ടർ ആംഗിൾ കിട്ടും 180 - 90, അപ്പോൾ ഇവിടെ 90 എന്ന് കിട്ടുന്നു. ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം, ഇതിൻ്റെ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് 180 - 90, ഇവിടെ 90 കിട്ടുന്നു. നമുക്ക് സം ഓഫ് ദി ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാം. പുറകോണുകളുടെ തുക കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾക്ക് 90 + 90 + 90 + 90 = 360 കിട്ടും. എളുപ്പത്തിന് വേണ്ടി 90 × 4, 90 × 4 360 കിട്ടും. അപ്പോൾ ഇത് പഠിക്കുന്നത് സം ഓഫ് ദി ഔട്ടർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് 360. ഇത് നമുക്ക് ടെക്സ്റ്റിലെ എക്സസൈസ് ചെയ്യാൻ ആരംഭിക്കാം. പേജ് നമ്പർ 10, എക്സസൈസ് 1.1, ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസ്. അവിടെ ഒരു ട്രയാംഗിൾ തന്നിട്ടുണ്ട്. ഇക്വിലാറ്ററൽ ആംഗിൾ സമഭുജ ത്രികോണം, സ്ക്വയർ സമചതുരം, റെഗുലർ പെൻറ്റഗൺ, സമപഞ്ചഭുജം, റെഗുലർ ഹെക്സഗൺ, സമഷഡ്ഭുജം തന്നിരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സൈഡ്സ് അവർ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കി മനസ്സിലാക്കാം. ട്രയാംഗിളിന് 3 സൈഡ്സാണ് ഉള്ളത്, അതുകൊണ്ട് ഇവിടെ 3 എന്നവർ തന്നിരിക്കുന്നു. സ്ക്വയറിന് 1, 2, 3, 4 സൈഡ്സുള്ള 4 തന്നിരിക്കുന്നു. പെൻറ്റഗൺ 5 സൈഡ്സാണ് ഉള്ളത്. ഹെക്സഗൺ 6 സൈഡ്സാണുള്ളത്. 7 സൈഡ്സ് കണ്ടിന്യൂസ് സാധിക്കും. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾസ്, അക കോണുകളുടെ തുക. അക കോണുകളുടെ തുക തിയറം പഠിച്ചു കഴിഞ്ഞു. സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. ഇപ്പോൾ ട്രയാംഗിളിൻ്റെ സം 180 ഡിഗ്രിയാണ്. ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ ജോയിൻ ചെയ്യുമ്പോൾ 2 ട്രയാംഗിൾസ് കിട്ടുന്നു. അപ്പോൾ എൻ്റെ സം 180 × 2 = 360. ഇവിടെ നമ്മൾ ഈ ഡയഗണൽസ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് 3 ട്രയാംഗിൾസ് കിട്ടുന്നു. ഇപ്പോൾ സം ഓഫ് ദി ആംഗിൾസ് = 180 × 3. ഇവിടെ 1, 2, 3, 4 ട്രയാംഗിൾസാണ് ഉള്ളത്. അതുകൊണ്ട് സം ഓഫ് ദി ആംഗിൾസ് = 180 × 4. നമ്മൾ പറയാം സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക 180 ഡിഗ്രി. ഇനി ഏത് ട്രയാംഗിൾ കണ്ടാലും അതിൻ്റെ ഉള്ളിൽ 180 ഡിഗ്രി ഉണ്ടാവും. ഇവിടെ 2 ട്രയാംഗിൾസ് കാണാൻ പറ്റുന്നു. അതുകൊണ്ട് 180 × 2 = 360 ഡിഗ്രി. ഇവിടെ 1, 2, 3 ട്രയാംഗിൾസ് കാണുന്നു. അപ്പോൾ 180 × 3 540 ഡിഗ്രി. ഇവിടെ 1, 2, 3, 4 ട്രയാംഗിൾസ് കാണുന്നു. അതുകൊണ്ട് 180 × 4 720 ഡിഗ്രി. സീക്വൻസ് എഴുതാം. ട്രയാംഗിളിൻ്റെ സം 180 ഡിഗ്രി, ഇവിടെ 180 × 2 =
360 degree. ഇവിടെ 1 2 3 അപ്പോൾ 180 into 3 540 degree. ഇവിടെ 1 2 3 4 180 into 4 720 degree. അടുത്താണ് 1 inner angle. 3 ആംഗിൾസിൻ്റെ സമ്മാണ് 180 ഡിഗ്രി. 1 ആംഗിളിനെ കണ്ടുപിടിക്കാനായിട്ട് 180/3 is equal to 60 degree. Sum of 4 angles 360 degree. ഇപ്പോൾ 1 ആംഗിൾ 360/4. സം 540 ആണ്. ഇപ്പോൾ 1 ആംഗിൾ 540/5. സം 720 ആണ്. ഇപ്പോൾ 1 ആംഗിൾ 720/6. ത്രികോണത്തിൻ്റെ 3 കോണിൻ്റെ അളവ് 150 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു കോൺ കണ്ടുപിടിക്കാനായിട്ട് 180/3 is equal to 60 ഡിഗ്രി. സ്ക്വയറിൻ്റെ 4 ആംഗിൾ നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 360 ഡിഗ്രിയാണ്. 1 ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് 360/4 is equal to 90 ഡിഗ്രി. പെൻറ്റഗൺ പഞ്ചഭുജത്തിൻ്റെ സം 540 ഡിഗ്രിയാണ്. ആ 540 / 5 is equal to 108 ഡിഗ്രി. So the angles of a hexagon ഷഡ്ഭുജം 720 degree. 1 angle is equal to 720/6 is equal to 120 degree. 60 degree 360/4 is equal to 90 degree. 540/5 is equal to 108 degree. 720/6 is equal to 120 degree. അടുത്ത sum of the outer angles. തിയറം പഠിച്ചു കഴിഞ്ഞു. Sum of the outer angle of any polygon is 360. 2 എക്സാമ്പിൾ നമ്മൾ നേരത്തെ നോക്കി. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ ആംഗിളിൻ്റെ സം 360. തിയറം പഠിക്കണം. ഇതിൻ്റെ 360, ഇതിൻ്റെ ഔട്ടർ ആംഗിൾ 360, ഇതിൻ്റെയും 360. ഏതൊരു ബഹുഭുജത്തിൻ്റെയും പുറം കോണുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 360 ഡിഗ്രി 360 ഡിഗ്രി 360 ഡിഗ്രി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഇനി 1 ഔട്ടർ ആംഗിൾ ഈ ചെയ്ത പോലെ തന്നെ ഇന്നർ ആംഗിളിൽ നിന്ന് 1 ആംഗിൾ കണ്ടുപിടിച്ച പോലെ തന്നെ 360നെ ട്രയാങ്കിളാണ് /3 is equal to 120 degree. 360/4 90 degree. 360/5 72 degree. 360/6 is equal to 60 degree. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഒന്നുകൂടി പറയാം. ഇവിടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സമഭുജത്രികോണം തന്നിരിക്കുന്നു, സ്ക്വയർ സമേതം തന്നിരിക്കുന്നു, റെഗുലർ പെൻറ്റഗൺ സമപഞ്ചഭുജം, റെഗുലർ ഹെക്സഗൺ സമഷഡ്ഭുജം തന്നിരിക്കുന്നു. ട്രയാങ്കിൾ എന്ന് പറയുന്നത് 3 സൈഡ്സ് ഉണ്ട്, സ്ക്വയർ എന്ന് പറയുന്നത് 4 സൈഡ്സ് ഉണ്ട്, പെൻറ്റഗൺ എന്ന് പറയുന്നത് 5 സൈഡ്സ് ഉണ്ട്, ഹെക്സഗൺ എന്ന് പറയുന്നത് 6 സൈഡ്സ് ഉണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഒരു സീക്വൻസ് എഴുതാൻ നേരത്ത് നമ്മൾ
4 ടേംസ് ആണ് എഴുതുന്നത്. എല്ലാ സീക്വൻസിലും 4 ടേംസ്. ബാക്കിയുള്ളത് ഡോട്ട്സ് ഇട്ടാൽ മതി. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് സം ഓഫ് ദി ഇന്നർ ആംഗിൾ. സം ഓഫ് ദി ഇന്നർ ആംഗിൾ, അക കോണുകളുടെ തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ട്രയാങ്കിളാണ്, അതിൻ്റെ സം ഓഫ് ദി ആംഗിൾസ് 180 ഡിഗ്രി ആണെന്ന് അറിയാം. സ്ക്വയറിൽ 2 ട്രയാങ്കിൾ കാണാൻ പറ്റും നമുക്ക്, അതുകൊണ്ട് 180 × 2 ആയിരിക്കും. ഇവിടെ 1, 2, 3 ട്രയാങ്കിൾസ് കാണാൻ പറ്റും, അപ്പോൾ 180 × 3 = 540 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 1, 2, 3, 4 ട്രയാങ്കിൾസ് കാണാൻ പറ്റും, അപ്പോൾ 180 × 4 = 720. ഇവിടുത്തെ സീക്വൻസ് 180 ഡിഗ്രി, 360 ഡിഗ്രി, 540 ഡിഗ്രി, 720 ഡിഗ്രി, എക്സെട്ര. എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് എനിക്ക് വളരെ അത്യാവശ്യമാണ്, അതുകൊണ്ട് പഠിച്ചിരിക്കണം. നമ്മൾ 1 ഇന്നർ ആംഗിൾ, ഒരു അക കോൺ കണ്ടുപിടിക്കാൻ പോവുകയാണ്. 3 ആംഗിൾസിൻ്റെ സമ്മാണ് 180 ഡിഗ്രി. 1 ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് 180/3, അപ്പോൾ 60 ഡിഗ്രി കിട്ടും. ഇവിടെ 4 ആംഗിൾസിൻ്റെ സമ്മാണ് 360. അപ്പോൾ 1 ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് 360/4 = 90 ഡിഗ്രി. ഇവിടെ സം ഓഫ് 5 ആംഗിൾസാണ് 540. 1 ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് 540/5 = 108. ഇത് 6 സൈഡ്സ് ഉള്ള കാരണം 6 ആംഗിൾസ് ഉണ്ടാവും. സം ഓഫ് ദി ആംഗിൾ 720 ആണ്. 1 ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 120 ഡിഗ്രി എന്ന് കിട്ടുന്നു. അടുത്തത് ഔട്ടർ ആംഗിൾസ്, പുറം കോണുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. പുറം, അപ്പോൾ അതിന് തിയറം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആ തിയറം അനുസരിച്ച് ഔട്ടർ ആംഗിളിൻ്റെ പുറം കോണുകളുടെയൊക്കെ തുക 360 ഡിഗ്രി ആയിരിക്കും. ട്രയാങ്കിൾ ആയാലും സ്ക്വയർ ആയാലും പെൻറ്റഗൺ ആയാലും ഹെക്സഗൺ ആയാലും ഏത് പോളിഗണും അതിൻ്റെയൊക്കെ ഔട്ടർ ആംഗിൾ 360 തിയറം പഠിക്കുക. അപ്പോൾ 360, 360, 360, 360, 360 കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ ഔട്ടർ ആംഗിൾ 1 ഔട്ടർ ആംഗിൾ ഒരെണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ സമ്മിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 360/3 120 ഡിഗ്രി, 360/4 90 ഡിഗ്രി, 360/5 72 ഡിഗ്രി, 360/6 60 ഡിഗ്രി. സീക്വൻസ് 120 ഡിഗ്രി, 90 ഡിഗ്രി, 72 ഡിഗ്രി, 60 ഡിഗ്രി, എക്സെട്ര. ഇവിടെ അതുപോലെ തന്നെ 60 ഡിഗ്രി, 90 ഡിഗ്രി, 108, 120 ഡിഗ്രി, എക്സെട്ര. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു.